നമസ്കാരം. കണക്കുകൂട്ടലുകൾ പാളി എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വെബ്കോകളിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. കേരള ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലായിരുന്നു മദ്യവിൽപ്പനയിൽ വലിയ ഇടിവുണ്ടായി എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഓണം വന്നാലും വിഷു വന്നാലും ആഘോഷ കാലഘട്ടങ്ങൾ ഏതുമായിക്കോട്ടെ, ആ സമയത്തൊക്കെ കേരള സർക്കാരിന് ഏറ്റവും വലിയ ലാഭമുണ്ടാകുന്ന ഒരു മേഖല തന്നെയാണ് വെബ്കോ. പക്ഷേ ഈ തവണ ആ ചരിത്രം തെറ്റിയെന്നും സർക്കാരിനെ മദ്യപാനികൾ കൈവിട്ടു എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് പുറത്തു വന്ന റിപ്പോർട്ട്. കണക്ക് കണ്ട സർക്കാരിന് വലിയ നിരാശയുണ്ടായി എന്നതാണ് വാസ്തവം. കാരണം പ്രതീക്ഷിച്ചത് അത്രയൊന്നും ലാഭമുണ്ടായിരുന്നില്ല. മദ്യത്തിന് അവധി നൽകി ശ്രദ്ധയിൽ മുഴുകി മലയാളികൾ ഇത്തവണ ഓണം ആഘോഷിച്ചതോടെ മദ്യവിൽപ്പനയിലൂടെ ഉണ്ടായ സർക്കാരിന്റെ വരുമാനത്തിൽ വൻ ഇടിവ് കണ്ടതോടെ ഇനി എന്ത് ചെയ്യുമെന്ന സംശയവും സർക്കാരിനുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിന് ഇതൊരു ചെറിയ ഷോക്ക് മാത്രമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മദ്യപാനികൾ ചെറുതായി ഒന്ന് പേടിപ്പിച്ചതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ആ പ്രശ്നമൊക്കെ, സർക്കാരിന്റെ നിരാശയൊക്കെ മലയാളികൾ മാറ്റിയെന്നതാണ് വാസ്തവം. എന്തൊക്കെയായാലും മലയാളികൾക്ക് കുപ്പിയില്ലാതെ എന്താഘോഷം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത്. ഉത്രാടം വരെയുള്ള 9 ദിവസം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പതിവായി കിട്ടിയിരുന്ന മികച്ച വരുമാനത്തിൽ ഇടിവ് വന്നെങ്കിൽ പോലും ഉത്രാട നാളിലെ മദ്യവിൽപ്പന മുൻ വർഷത്തേക്കാൾ കൂടി എന്ന് തന്നെയാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തവണ ഉത്രാട നാളിൽ 124 കോടി രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്. കഴിഞ്ഞ വർഷത്തെ ഉത്രാട ദിന വിൽപ്പനയൊക്കെ എടുത്തു നോക്കുമ്പോൾ 120 കോടി രൂപ മാത്രമാണ്. അതായത് ഉത്രാട ദിനത്തിൽ മാത്രം 4 കോടി രൂപയുടെ ലാഭമാണ് വെബ്കോയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പോലും ഉത്രാടം വരെയുള്ള 9 ദിവസം ഇത്തവണത്തെ മദ്യം വിറ്റുപോയതിന്റെ കണക്ക് നോക്കുമ്പോൾ 701 കോടി രൂപയാണ് എന്നത് മറ്റൊരു വശത്തുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ 715 കോടി രൂപയുടെ ലാഭമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ പ്രതീക്ഷകൾക്ക് ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. വലിയ ലാഭമൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നതും പറയേണ്ടിയിരിക്കുന്നു. അതായത് കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്ന് ചുരുക്കം. അത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് നല്ലതല്ല എങ്കിൽ പോലും സാമൂഹികപരമായി നോക്കുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെയും വേറെ കുറെ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം കുറഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം കേരളത്തിലെ ആളുകൾ നന്നായി എന്നതല്ല. മറിച്ച് മദ്യത്തെക്കാൾ ഏറെ ദൂഷ്യഫലങ്ങളുള്ള ലഹരികൾക്ക് അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വലിയൊരു പറ്റം സമൂഹം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ പറയേണ്ടതില്ല. ഓരോ ദിവസവും നാം കേൾക്കുന്നതാണ്. അനിയന്ത്രിതമായ തോതിലാണ് പലയിടങ്ങളിലും ലഹരി വസ്തുക്കൾ വിൽക്കപ്പെടുന്നത്. പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും ഇത്തരം പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ ഒരു വയോധികയെ കാർ കയറ്റി ആക്രമിച്ചത് മുതൽ അടുത്ത് വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിച്ച വിഷയം എന്ന് പറയുന്നതൊക്കെ ഈ ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ്.